നോമ്പ് തുറക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് കിടിലൻ ടേസ്റ്റിൽ എന്ന ഒറ്റ പരത്തലിൽ 24 എണ്ണം ഒരുമിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം പരിചയപ്പെടുത്തി തരാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് അധികം ലൂസ് ആവാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കംഫർട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സമൂസ മേക്കറിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഒറ്റ പരത്തലിൽ തന്നെ 24 എണ്ണം സമൂസ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മുടെ നാടൻ ഷീറ്റിലുള്ള സമൂസകൾ ഒറ്റ പരത്തലിൽ തന്നെ കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ സമൂസ മേക്കർ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൊളാബ് ചെയ്തിട്ടുള്ള പേജിൽ കോൺടാക്ട് ചെയ്താലും മതി. ചെറിയ കനത്തിൽ പരത്തിയെടുത്തിട്ടുള്ള ഷീറ്റ് സമൂസ മേക്കറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ കുഴിയിലും സമൂസ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലൈനിൽ ഫില്ലിങ് വരാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് എല്ലാ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ അടുത്ത ഷീറ്റും കൂടെ വെച്ചിട്ട് എന്നിട്ട് ഇതുപോലൊരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ മതി. നല്ല ഷേപ്പിൽ 3 ഭാഗം നന്നായിട്ട് തന്നെ ഒട്ടിയിട്ട് നല്ല വൃത്തിക്കുള്ള സമൂസകൾ കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു പാത്രത്തിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കോൺഫ്ലേക്സിന് പകരം ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമില്ല. ഇനി ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് കോൺഫ്ലെക്സിൽ കവർ ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.